ശുശ്രൂഷ സമയം എൻ്റെ ജീവിതത്തിൻ്റെ സൗഖ്യത്തിൻ്റെ സമയമാണെന്ന് വിശ്വസിക്കുക. പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം 2-ാം അധ്യായം 24-ാം തിരുവചനം നിന്നെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ടവൻ കുരിശിലേറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവൻ്റെ മുറിവുകളാൽ നാം സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ സഹോദര സഹോദരി, നീ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥ അതേതുമായിക്കൊള്ളട്ടെ, ഇതാ ഈ കുരിശ് നിനക്ക് സൗഖ്യത്തിൻ്റെ ഇടമാണെന്ന് പഠിപ്പിക്കുകയാണ്. എൽത്താരയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നീ വിശ്വസിക്കണം, എൻ്റെ ജീവിതത്തിലെ മുറിവുകൾ മനസ്സിലാക്കുന്ന ഒരുവന്റെ മുമ്പിലാണ് എൻ്റെ ജീവിതം. കണ്ണടച്ച് 2 കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചോളൂ. നീ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥ, മാനസിക പിരിമുറുക്കം, നിന്റെ ഉള്ളിലുള്ള സങ്കടങ്ങളും വേദനകളും ഒരു മനുഷ്യനും മനസ്സിലാവില്ല, പക്ഷെ ഈശോയ്ക്ക് മനസ്സിലാകും. ഒരുപക്ഷെ ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ മാനുഷികമായ ചില സമയങ്ങൾ ചിന്തിക്കും, എന്നെ ഇയാൾ മനസ്സിലാക്കും, എന്നെ ഈ വ്യക്തിക്ക് നന്നായിട്ടറിയാം, ചെറുപ്പകാലം മുതൽ ഈ വ്യക്തി എന്നെ കാണുന്നതാണ്, എൻ്റെ കൂടെ ഇയാൾ പഠിച്ചതാണ്, എൻ്റെ അപ്പൻ എന്നെ മനസ്സിലാകും, എൻ്റെ അമ്മയ്ക്ക് മനസ്സിലാകും, എൻ്റെ ജീവിത പങ്കാളിക്ക് മനസ്സിലാകും, എൻ്റെ മക്കൾക്ക് മനസ്സിലാകും. എന്നാൽ ജീവിതത്തിൽ നമ്മൾ പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നെ മനസ്സിലാക്കാൻ പറ്റില്ല. ഈശോയ്ക്ക് മാത്രമേ നിന്നെ നീ ആയിരിക്കുന്ന അവസ്ഥയിൽ മനസ്സിലാക്കാൻ പറ്റൂ. കാരണം അവൻ നിന്നെ പോലെ മുറിവേറ്റവനാണ്, നിന്നേക്കാൾ അധികം വേദന അനുഭവിച്ചവനാണ്. നീ സഹിക്കുന്ന ഓരോ സഹനത്തിനും മുമ്പ് അവൻ ആ സഹന വഴികളിലൂടെ കടന്നുപോയിട്ടുള്ളവനാണ്. ഓരോ വ്യക്തിയും ചിന്തിക്കൂ. ഇപ്പോൾ ഈ ആരാധന സമയത്ത് ആരെങ്കിലും ചിന്തിക്കുക, എനിക്കാരുമില്ല, ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയ എൻ്റെ മകൻ, എൻ്റെ മകൾ എന്നെ ഇട്ടിട്ട് പോയി, എനിക്കാരുമില്ല. വലിയ ഏകാന്തത അനുഭവിക്കുന്നവരുണ്ടാവും. എൻ്റെ ജീവിതം ഇങ്ങനെയായി പോയല്ലോ, ഇനി എന്തിനാണ് ഞാൻ ജീവിക്കുന്നത്, എനിക്കാരുമില്ല എന്ന് ചിന്തിക്കുന്ന സഹോദര സഹോദരി, ഇതാ ഈശോ പഠിപ്പിക്കുന്നു, നീ ഒറ്റയ്ക്കല്ല, അവിടുത്തെ മുഖത്ത് നോക്കിയവർ പ്രകാശിതരായി. സങ്കീർത്തനം 34:5. ഇത് നിന്നിൽ സംഭവിക്കുകയാണ്, നിന്നിൽ പ്രകാശം നിറയുന്ന അനുഭവം.